ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് ഈ ദിവസത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കാം. അതിനായിട്ട് ഈ ചാനലിലൂടെ, ഈ ഹോപ്പ് ടി വിയിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ദർശിക്കുന്നതായിട്ടുള്ള വചനങ്ങളെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രവിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെയും മോശെ എപ്രകാരമാണ് ദൈവം വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തത് എന്നും അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നും, അതുപോലെ തന്നെ ദൈവം എപ്രകാരമാണ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്നും, മോശയ്ക്ക് ദൈവത്തിൻ്റെ പേര് എന്താണ് പറഞ്ഞു കൊടുത്തതെന്നൊക്കെയും നാം ചിന്തിക്കുവാനിടയായി. ഇന്ന് നമുക്ക് ദ ബ്ലഡി ഹസ്ബൻഡ്, രക്തമണവാളനെക്കുറിച്ച് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം പറയുന്നു: എന്നാൽ വഴിയിൽ സത്രത്തിൽ വച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോര ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാൽക്കൽ ഇട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ദ ബ്ലഡി ഹസ്ബൻഡ്, രക്തമണവാളൻ ആര് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗീയ കരമടിയങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മശക്തിയാൽ അടിയങ്ങളെ നിറച്ച് നയിച്ചവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തന്നെ ആമേൻ. സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്തു നിന്നും വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് മോശയെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തത്. അല്ലെങ്കിൽ നൈൽ നദിയുടെ ആഴങ്ങളിൽ ഒടുങ്ങിത്തീരേണ്ടതായിട്ടുള്ള മോശയെ ദൈവം ഫറവോൻ്റെ പുത്രിയിലൂടെ വീണ്ടെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. അതിനുശേഷം ഹോരേബ് പർവ്വതത്തിൽ വച്ച് സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ പേര് പറഞ്ഞു നൽകുകയും, നിൻ്റെ പൂർവ്വപിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഈ ഐ ആം ദാറ്റ് ഐ ആം, അല്ലെങ്കിൽ ഐ ആം വാട്ട് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുന്നു. അങ്ങനെ ദൈവവും മോശയും തമ്മിൽ അവിടെ വലിയ ഒരു ആശയവിനിമയം നടക്കുന്നു. ദൈവത്തെ പരിചയപ്പെടുത്തുകയും ദൈവം എന്തുദ്ദേശത്തോടു കൂടിയാണ് ഹോരേബ് പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നത് എന്നും, മോശയെ എന്ത് ദൗത്യമാണ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെയും സ്വർഗത്തിലെ ദൈവം മോശയോട് പറയുമ്പോൾ, മോശ ഇവിടെ ദൈവത്തോട് ഒഴിവുകിഴിവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, മോശ നിരവധി ഒഴിവുകിഴിവുകൾ പറയുന്ന. ഫറവോൻ അത് അംഗീകരിക്കുകയില്ല, ഇസ്രായേൽ ജനം അത് സമ്മതിക്കുകയില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളോട് പോയി പറയുമ്പോൾ അവർ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നു. അതുപോലെ ഫറവോൻ്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ ഫറവോൻ ഒരിക്കലും അത് സമ്മതിക്കുകയില്ല, ചിലപ്പോൾ മോശയെ കൊല്ലുവാൻ തന്നെ ഇടയായി തീരുമെന്നുള്ള കാര്യങ്ങളൊക്കെയും അവിടെ മോശ ഫറവോനോട് പറയുന്നതായിട്ട് മോശ ദൈവത്തോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. ഇതൊക്കെയും കേട്ടിട്ടും ദൈവത്തിന് ഒരിക്കലും മോശയുടെ ദൗത്യം അത് മോശ തന്നെ ചെയ്യണം. കാരണം മോശയെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ ദൗത്യം കൃത്യതയോടെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വ്യക്തി മോശ മാത്രമാണ്. അതുകൊണ്ട് മോശയിലൂടെ തന്നെ ഇസ്രായേൽ ജനം വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് പോകണമെന്ന് ദൈവം മോശയോട് കൽപ്പിക്കുന്നു. എന്നാൽ മോശ ഓരോ കാര്യങ്ങൾക്കും ഒഴിവുകിഴിവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മോശ അനവധിയായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ നിരത്തുന്നു. എന്നാൽ ദൈവം മോശയെ വീണ്ടും ഇവിടെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ആശയത്തിനൊടുവിൽ മോശ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വിക്കനാണ്, ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല എന്നൊക്കെയും മോശ ദൈവത്തോട് പറയുന്ന. ഇതൊക്കെയും ദൈവത്തിനറിയാം. മോശയെ സൃഷ്ടിച്ച ദൈവത്തിന്, മോശയെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്ത ദൈവത്തിന് ഈ കാര്യങ്ങളൊക്കെയും വളരെ കൃത്യതയോടെ അറിയാം. എന്നിട്ട് മോശ ദൈവത്തോട് ഇതൊക്കെയും പറയുന്ന. ആ സമയത്ത് ദൈവം മോശയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മോശയോട് പറയുകയാണ്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കി വച്ചിരിക്കുന്നു.
നിൻ്റെ സഹോദരനായിരിക്കുന്ന അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും എന്ന് ദൈവം മോശയോട് കൽപ്പിക്കുന്നു. എന്നിട്ട് മോശ കൺവിൻസ് ആവുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മോശ അവിടെ നിന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പുറപ്പെട്ടു പോയി എന്ന്. തുടർന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നത് ജിത്രോയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന മോശ ഫറവോൻ മരിച്ചു എന്നുള്ളതായിട്ടുള്ള വാർത്ത കേൾക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെ കേട്ടുകൊണ്ട് തൻ്റെ ഭാര്യയെയും മകനെയും കൊണ്ട് മോശ ഫറവോൻ്റെ അടുക്കലേക്ക് പോകുന്നു. അങ്ങനെ ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കേണ്ട ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മോശ ഫറവോൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന വേളയില്ല ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സത്രത്തിൽ വച്ച് മോശയെ എതിർത്ത് മോശയെ കൊല്ലുന്നതിന് വേണ്ടി ദൈവം തുനിയുന്നു എന്ന്. ഇത് മനസ്സിലാക്കിയതായിട്ടുള്ള സെപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം മുറിച്ച ആ ദൈവത്തിൻ്റെ കാൽ കീഴിൽ ഇട്ടു കൊടുക്കുന്ന വേളയിൽ ദൈവം അവനെ വിട്ട് പോയി എന്ന ആ സമയം മുതൽ രക്തമണവാളൻ, ദ ബ്ലഡി ഹസ്ബൻഡ് എന്ന് വിളിച്ചു എന്നും തിരുവചനം പറയുന്നു. ആരാണ് ദ ബ്ലഡി ഹസ്ബൻഡ്, രക്തമണവാളൻ? ഇവിടെ മോശയെ തൻ്റെ ഭാര്യയായിരിക്കുന്ന സിപ്പോറ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ദ ബ്ലഡി ഹസ്ബൻഡ്. അതിനുള്ള കാരണം തൻ്റെ പുത്രൻ്റെ അഗ്രചർമ്മം മുറിച്ച് ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ ഇടുമ്പോൾ അവിടെ ദൈവം മോശയെ കൊല്ലുവാൻ ഭാവിച്ചു നിൽക്കുന്ന ദൈവം മനം തിരിഞ്ഞ് മോശയെ വിട്ടു പോയി എന്ന് തിരുവചനം പറയുന്നു. ഈ സാഹചര്യത്തിലാണ് സിപ്പോറ ദ ബ്ലഡി ഹസ്ബൻഡ് അല്ലെങ്കിൽ രക്തമണവാളൻ എന്ന് പറയുവാനിടയായി തീർന്നത്. എന്തുകൊണ്ടോ ദൈവം മോശയെ കൊല്ലുവാൻ തുനിഞ്ഞു? എന്തായിരിക്കും അതിനുള്ള കാരണം? തൻ്റെ പുത്രനെ പരിച്ഛേദന കഴിക്കാതെ മോശ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അഗ്രചർമ്മം പരിച്ഛേദന അങ്ങുന്നില്ല, അതിനെല്ലാം വലിയവനാണ്, എല്ലാത്തിനും മേലെയാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന്. കേവലം അഗ്രചർമ്മത്തിനു വേണ്ടിയാണോ ദൈവം മോശയെ കൊല്ലുവാൻ തുനിഞ്ഞത്? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹോരേബ് പർവ്വതത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം മോശ പ്രവാചകന് പ്രത്യക്ഷപ്പെട്ട മോശയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞു നൽകുമ്പോൾ മോശ ദൈവത്തോട് അനേകം ഒഴിവുകിഴിവുകൾ പറയുന്നു, അനേകം എക്സ്ക്യൂസുകൾ നിരത്തുന്നു, എനിക്ക് കഴിയുകയില്ല എന്നുള്ള രീതിയിലാണ് മോശയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. എന്നാൽ ഇസ്രായേൽ ജനങ്ങളെ വീണ്ടെടുക്കേണ്ടത് മോശയാണ്. സ്വർഗത്തിലെ ദൈവം മോശയിലൂടെയാണ് അവരെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം കൃത്യമായും നിർവഹിക്കുക തന്നെ പെടണം. അതുകൊണ്ട് തന്നെ മോശ ഇങ്ങനെ ഓരോ ഒഴിവുകഴിവുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ അവിടെ സ്വർഗത്തിലെ ദൈവം 3 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശബത്ത് ദിനത്തിൽ 3 കാര്യങ്ങൾ ചെയ്ത ദൈവം, ശബത്ത് ദിനത്തിൽ 3 അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ കൃത്യമായി നമുക്കത് കാണുവാൻ സാധിക്കാം. ഇവിടെ മോശയെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി 3 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. എന്തുകൊണ്ട് ഈ 3 അത്ഭുതങ്ങൾ സ്വർഗത്തിലെ ദൈവം മോശയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു? ശരിക്കും ഈ 3 അത്ഭുതങ്ങളിലൂടെ ദൈവം മോശയെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. ഒന്നാമത്തെ അത്ഭുതമെന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം മോശയോട് ചോദിക്കുന്നു, മോശയെ നിൻ്റെ കരങ്ങളിൽ എന്താണ് ഇരിക്കുന്നത്? മോശ പറയുന്നു, ഒരു വടി എന്ന്. ദൈവം മോശയോട് പറയുന്നു ആ വടി നിലത്തിടുവാൻ. മോശ വടി നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. ആ വടിയെ കണ്ട്, വടി സർപ്പമായി തീരുന്നത് കണ്ട് മോശ അവിടെ നിന്നും പലായനം ചെയ്തു ഓടിയെന്ന് തിരുവചനം പറയുന്നു. ഈ അത്ഭുതത്തിലൂടെ ദൈവം മോശയെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്.
ദൈവം മോശയോട് പറയുകയാണ്, മോശെ, ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനം ഫറവോൻ്റെ അടിമത്വത്തിൽ, പിശാചിൻ്റെ അടിമത്വത്തിലാണ് എന്ന്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എന്നും ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു പിശാചും സാത്താനുമായിരിക്കുന്ന പഴയ പാമ്പിനോട് യുദ്ധം ചെയ്ത് അതിനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന്. അപ്പോൾ ഇവിടെ പാമ്പ് പിശാചിനെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ദൈവം മോശയോട് പറയുകയാണ്, ഈവൻ നിൻ്റെ കയ്യിലിരിക്കുന്ന പ്രവൃത്തി പോലും പിശാചിൻ്റെ സ്വഭാവത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ പിശാചിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന വലിയൊരു ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന്. നമുക്കറിയാം, ഫറവോന്മാരുടെ ചരിത്രം നാം പഠിക്കുകയാണ് എങ്കിൽ, മിസ്രൈമിൻ്റെ ചരിത്രം നാം ചിന്തിക്കുകയാണ് എങ്കിൽ, അവരുടെ കിരീടങ്ങളിൽ പാമ്പിൻ്റെ ഫണം അടയാളമായി വച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അതിനർത്ഥം അത് പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നതായിട്ടുള്ളൊരു രാജ്യമാണ് എന്ന്. ആ ഇസ്രായേൽ ജനങ്ങളെ പിശാചിൻ്റെ അധീനതയിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മോശയെ വിളിച്ചത് എന്നുള്ള സത്യം സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമുക്കറിയാം, ഫറവോൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മോശയും അഹരോനും ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതുപോലെ അഹരോൻ വടി താഴെ ഇട്ടതായിട്ടുള്ള സമയത്ത് അത് സർപ്പമായി തീർന്നു, പാമ്പായി തീർന്നു. അവിടുത്തെ മന്ത്രവാദികളും ആഭിചാരകന്മാരും ഇതുപോലെ ചെയ്തതായിട്ടുള്ള സമയത്ത് അവരുടെയും കയ്യിലിരുന്ന വടികൾ സർപ്പമായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ ഒരു വ്യത്യാസം, അഹരോൻ്റെ വടി മറ്റുള്ളവരുടെ എല്ലാം വടി അല്ലെങ്കിൽ പാമ്പിനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് കാണുവാൻ സാധിക്കും. കാരണം അഹരോൻ്റെ കയ്യിലിരിക്കുന്ന വടി പ്രദാനം ചെയ്യുന്നത് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട താമര സർപ്പമാവുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിനാൽ പിശാചിന് അന്ത്യമുണ്ട് എന്നിവിടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മോശയോട് ദൈവം പറയുന്നു, ഫറവോൻ്റെ അധീനതയിൽ, പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന ജനത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. വടി സർപ്പമായി തീരുന്നത് കണ്ട മോശ ഓടിയെങ്കിലും ദൈവം മോശയോട് പറയുന്നു, അതിനെ വാലിൽ പിടിച്ചെടുക്കുവാൻ. മോശ അതിനെ വാലിൽ പിടിച്ചെടുത്തു. അത് തിരികെ വീണ്ടും മോശയുടെ കരങ്ങളിൽ വടിയായി തന്നെ തീർന്നുവെന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ അത്ഭുതം കൊണ്ടും മോശ കൺവിൻസ് ആവുന്നില്ല. ദൈവം രണ്ടാമത്തെ അത്ഭുതം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. മോശയോട് പറഞ്ഞു, മോശ നിൻ്റെ കൈ മാറുവിടത്തിലേക്ക് ഇടുവാൻ. മോശ തൻ്റെ കൈ മാറുവിടത്തിലേക്ക് ഇട്ടു. എന്നിട്ട് മോശ എടുത്തു നോക്കിയപ്പോൾ തൻ്റെ കൈ കുഷ്ഠരോഗമുള്ളതുപോലെ മോശ കണ്ടു. ദൈവം വീണ്ടും മോശയോട് പറഞ്ഞു, നിൻ്റെ കൈ മാറുവിടത്തിലേക്ക് ഇടുവാൻ. മോശ കൈ മാറുവിടത്തിലേക്ക് ഇട്ടു. ആ കുഷ്ഠരോഗം മാറിയതായിട്ട് മോശ കണ്ടു. ഇതിൽ നിന്നും സ്വർഗത്തിലെ ദൈവം മോശയെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യം മോശയോട് പറയുകയാണ്, ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ ജനം, അടിമത്വത്തിൽ കിടക്കുന്ന ജനം, രോഗങ്ങളുള്ള ഒരു ദേശത്ത്, ദുരിതങ്ങളുള്ള ഒരു ദേശത്ത്, കഷ്ടതയുള്ള ഒരു ദേശത്ത്, പ്രയാസങ്ങളുള്ള ഒരു ദേശത്താണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ വീണ്ടെടുക്കേണ്ടതിൻ്റെ ഉദ്ദേശം വളരെ വലുതാണ്. അതുകൊണ്ട് നിന്നിലൂടെ അവരെ വീണ്ടെടുത്തേ മതിയാവുകയുള്ളൂ. പുറപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധി ഒന്നും സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് വരുത്തുകയില്ല എന്ന്. ആ സത്യം നിറവേറ്റണമെങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും അനുസരിച്ച്, ചട്ടങ്ങളും അനുസരിച്ച് ഈ പിശാചിൻ്റെ അധീനയിലായിരിക്കുന്ന ദേശത്ത് നിന്നും വാഗ്ദത്ത കനാൻ ദേശത്ത് എത്തിയേ മതിയാവുകയുള്ളൂ. അത് ചെയ്യേണ്ടത് മോശെ നീയാണ്. നിന്നിലൂടെ ഞാൻ പ്രവർത്തിക്കും, അവർക്ക് സൗഖ്യം ലഭിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഈ രണ്ടാമത്തെ അത്ഭുതത്തിൽ മോശ കൺവിൻസ് ആവുന്നില്ല. അങ്ങനെ സ്വർഗത്തിലെ ദൈവം വീണ്ടും മോശയിലൂടെ മൂന്നാമത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. സ്വർഗത്തിലെ ദൈവം മോശയെ നൈൽ നദിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് മോശയോട് പറയുന്നു, നൈൽ നദിയിലെ വെള്ളം കോരി നിലത്തൊഴിക്കുവാൻ. മോശ നദിയിലെ വെള്ളം കോരി നിലത്തൊഴിച്ചപ്പോൾ അത് രക്തവർണ്ണമായി തീർന്നു എന്ന് സ്വർഗത്തിലെ ദൈവം വിശുദ്ധ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ നിന്നും സ്വർഗത്തിലെ ദൈവം മോശയെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്.
ദൈവം മോശയോട് പറയുകയാണ്, നോട്ടത്തിൽ നൈൽ നദി അത് വെള്ളത്തിൻ്റെ നിറമാണ് എങ്കിലും അനേകരുടെ രക്തങ്ങളെ ചൊരിഞ്ഞ രക്തവർണ്ണമായിരിക്കുന്ന ഒരു നദിയാണ് എന്ന് ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന. മോശയെ പോലും ദൈവം വലിച്ചെടുത്തത് ആ വെള്ളത്തിൽ നിന്നാണ്. അങ്ങനെ അനേകരുടെ രക്തം, അനേകം കുഞ്ഞുങ്ങളുടെ രക്തം അതിൽ പുരണ്ടിരിക്കുന്നു. അനേകം കുഞ്ഞുങ്ങൾ അതിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. അനേകം പേരെ ഫറവോൻ ആ വെള്ളത്തിൽ മുക്കി കൊന്നിട്ടുണ്ട്. അവരുടെ എല്ലാം രക്തത്തിന് സ്വർഗത്തിലെ ദൈവം പ്രതികാരം ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ രക്തം ചൊരിഞ്ഞവർക്ക് ദൈവം അന്ത്യനാളുകളിൽ 7 ബാധകളുടെ സമയത്ത് ആ രക്തം കുടിക്കുവാൻ കൊടുക്കും എന്ന്. ഇവിടെ ദൈവം മോശയോട് പറയുന്നു, പ്രതികാരം യഹോവയ്ക്കുള്ളതാ. നൈൽ നദിയുടെ വെള്ളത്തിൻ്റെ നിറം രക്തവർണ്ണമാണ്. അവിടെ നിന്നും ദൈവത്തിൻ്റെ ജനത്തെ നീ വിടുവിച്ചു കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ. അവർക്ക് ഞാൻ രക്തം കുടിക്കുവാൻ കൊടുക്കുന്നതായിട്ടുള്ളൊരു സമയമുണ്ട് എന്ന് ദൈവം കാണിക്കുന്ന 10ാമത്തെ ബാധയുടെ സമയത്ത്, അല്ലെങ്കിൽ മോശ പ്രവാചകനിലൂടെ സ്വർഗത്തിലെ ദൈവം മിസ്രൈം ദേശത്ത് പ്രവർത്തിച്ച 10 അത്ഭുതങ്ങൾ, 10 ബാധയുടെ സമയത്ത് ഒരു ബാധ സകല ജലാശയങ്ങളും രക്തമായി വർണ്ണമായി തീർന്നുവെന്ന് കാണുവാൻ സാധിക്കാം. അവരോട് പ്രവർത്തിച്ച അതേ അവസ്ഥയിലാണ് സ്വർഗത്തിലെ ദൈവം ഫറവോന് തിരിച്ചടി നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. നൈൽ നദിയിലെ രക്തവർണ്ണം അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന സ്വർഗത്തിലെ ദൈവം ഫറവോന് കാണിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് വിടുവിച്ചു കൊണ്ടുപോയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. അങ്ങനെ സ്വർഗത്തിലെ ദൈവം മോശയ്ക്ക് 3 അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഈ 3 അത്ഭുതങ്ങളിലൂടെയും ദൈവം മോശയോട് പറയുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം, 1, മിസ്രൈം ദേശം ഫറവോൻ്റെ അധീനതയിലാണ് എങ്കിലും അത് അന്ധകാര പ്രഭുവായിരിക്കുന്ന പിശാചിനെ പ്രദാനം ചെയ്യുന്ന സർപ്പത്തിൻ്റെ അധീനതയിലാണ്, പിശാചിൻ്റെ അധീനതയിലാണ്. അവിടെ നിന്നും നീ എൻ്റെ ജനങ്ങളെ വിടുവിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് ദൈവം ഫറവോന് കാണിച്ചു കൊടുക്കുന്നു, മിസ്രൈം ദേശം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദേശം, യഹോവ ആര് എന്ന് ചോദിക്കുന്ന ഫറവോൻ്റെ ഭരണാധികാരം നിലനിൽക്കുന്ന ദേശം, രോഗവർണ്ണങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, കഷ്ടങ്ങൾ കൊണ്ട്, മരണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ദേശമാണ്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന എൻ്റെ ജനത്തെ, അടിമ ജീവിതം നയിക്കുന്ന എൻ്റെ ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് എന്ന 3ാമത്തെ അത്ഭുതത്തിലൂടെ ദൈവം കാണിച്ചു കൊടുക്കുന്ന അനേകം ദൈവത്തിൻ്റെ മക്കളുടെ ജീവനെ അപഹരിച്ച നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലപ്പെട്ടവരുടെ രക്തത്തിന് ഞാൻ പ്രതികാരം ചെയ്യുവാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് നീ കാണണം. അത് കാണുമ്പോഴെങ്കിലും നിനക്ക് മനസ്സലിവുണ്ടാകണം. നീ ഞാൻ പറയുന്ന വാക്ക് കേട്ട് ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈം ദേശത്തു നിന്നും കൂട്ടിക്കൊണ്ടുവരണം. പക്ഷേ ഈ സമയത്തൊന്നും മോശ കൺവിൻസ് ആവുന്നില്ല എന്ന് കാണുവാൻ സാധിക്കാം. അതിനുശേഷം ജിത്രോവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്ന മോശ ഫറവോൻ മരിച്ചു എന്നുള്ള സുവർത്തമാനം കേട്ടിട്ട് ഫറവോൻ്റെ മോശയുടെ മനസ്സിനൊരു മാറ്റം വരുന്നില്ല. പൂർണ്ണമായ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഏറ്റുപറച്ചിലിൻ്റെ അനുഭവത്തിലൂടെ, പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ജനത്തെ വിടുവിക്കണമെന്നുള്ളൊരു താല്പര്യത്തോടു കൂടെ അല്ല മോശ അവിടെ നിന്നും പുറപ്പെടുന്നത് എന്ന് കാണുവാൻ സാധിക്കാം. ആ സമയത്ത് മോശയുടെ അവസ്ഥ മനസ്സിലാക്കിയ സ്വർഗത്തിലെ ദൈവം, മോശ ഏറ്റവും ഒരുങ്ങിയ ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ, പൂർണ്ണമായും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് യാത്ര തിരിച്ചിരുന്നത് എങ്കിൽ, തൻ്റെ പുത്രന്മാർക്ക് മോശ പരിച്ഛേദന കഴിച്ചേനെ. അബ്രഹാമിനെ വിളിച്ചപ്പോൾ പരിച്ഛേദന കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ചെയ്തതുപോലെ, തൻ്റെ പുത്രനെ പരിച്ഛേദന കഴിപ്പിച്ചതുപോലെ മോശയും അത് ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ മോശ പേരിനിറങ്ങി പുറപ്പെട്ടു, ദൈവം എതിർപ്പെട്ടു. അതിനുശേഷം മോശയുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു പോരാളി, ഭരണാധികാരി, ഒരു നേതാവായിരുന്നു മോശ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. കാരണം മോശ അവിടെ കേൾക്കുന്നത് ദ ബ്ലഡി ഹസ്ബൻഡ്, രക്തമണവാളൻ. ഈ മോശയുടെ പിന്നോട്ടുള്ള ജീവിതം നമ്മൾ നോക്കുമ്പോൾ
ഇസ്രയേൽ ജനങ്ങൾ ദൈവത്തിനും മോശയ്ക്കും എതിരെ പിറുപിറുത്തതായിട്ടുള്ള സമയത്ത് ദൈവത്തിൻ്റെ മുന്നിൽ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു മോശയെ നമുക്ക് കാണുവാൻ സാധിക്കാം. അവിടെ മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഈ ജനങ്ങളെ കൊന്നുകളയരുതേ, പാപം ചെയ്ത ഈ ജനങ്ങളെ കൊന്നുകളയരുതേ, അവരെ വീണ്ടെടുക്കണമേ, പകരം എൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുവാൻ മോശ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ദ ബ്ലഡി റിയൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ ദ റിയൽ ബ്ലഡി ഹസ്ബൻഡ്, കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനയിലാണ്. അതുപോലെ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കാൽവരിയിൽ ചോദിച്ച ക്രിസ്തു ഗെത്സമനയിൽ, ദൈവമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമെന്ന് പറഞ്ഞ ക്രിസ്തു തൊട്ടടുത്ത ഭാഗത്ത് പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. കാരണം മാനവകുലത്തിലേക്ക് നോക്കിയ കർത്താവ് യേശു ക്രിസ്തു മാനവകുലത്തിൻ്റെ സകല പാപഭാരങ്ങളും വഹിച്ചപ്പോൾ അത് ഏറ്റവും കഠിനമുള്ളതായി തീർന്നു എന്ന് മനസ്സിലാക്കിയ കർത്താവ് യേശു ക്രിസ്തു, കണ്ടാൽ ആളറിയാത്ത രീതിയിൽ വിരൂപനായി തീർന്ന കർത്താവ് യേശു ക്രിസ്തു, ദ റിയൽ ബ്ലഡി ഹസ്ബൻഡ്, സ്വന്തം രക്തം നൽകി മാനവകുലത്തെ, തൻ്റെ മണവാട്ടി സഭയെ സ്നേഹിച്ച കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം മോശ പിൽക്കാലത്ത് പ്രകടമാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. പാപികളായ മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലകൊള്ളുന്ന ഒരു മോശ, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചാലും ഇവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മോശ, ഞാൻ കാൽവരിയിൽ 3 ആണികളാൽ തൂങ്ങി മരിച്ചാലും, എൻ്റെ അവസാന തുള്ളി രക്തം വരെ ഊറ്റി നൽകിയാലും, എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നൽകി ജനങ്ങളെ രക്ഷിക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു, ജനത്തിനു വേണ്ടി നിന്ന, മനുഷ്യന് വേണ്ടി നിന്ന, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്ന കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ തൻ്റെ സഭയായിരിക്കുന്ന മണവാട്ടിയെ വീണ്ടെടുത്തത് കൊണ്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് എ റിയൽ ബ്ലഡി ഹസ്ബൻഡ്, രക്തമണവാളൻ. ആ ക്രിസ്തു സ്വന്തം രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ ക്രിസ്തു സ്വന്തം രക്തത്താലാണ് തൻ്റെ മണവാട്ടി സഭയെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ട് 144,000 പേര് സിയോനിൽ നിന്നും പാടുവാനിടയായി തീർന്നത്. കർത്താവായ യേശു ക്രിസ്തു, ആ ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചു നാം മുന്നോട്ട് ജീവിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കാരണം ദ ബ്ലഡി ഹസ്ബൻഡ് തൻ്റെ ജീവനെ നൽകി, തൻ്റെ രക്തത്തെ നൽകി, തൻ്റെ സഭയെ, തൻ്റെ മണവാട്ടിയെ വീണ്ടെടുത്തിരിക്കുന്ന ആ ക്രിസ്തുവിൽ ആശ്രയിച്ച മോശയുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായതുപോലെ നമുക്കും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വന്തം രക്തത്താൽ തൻ്റെ സഭയെ വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ സ്വഭാവം മോശ പിൽക്കാലത്ത് പ്രകടിപ്പിച്ചതുപോലെ അടിയുടെ ജീവിതങ്ങളെയും എൻ്റെ ദൈവം ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് ശക്തി നൽകി അനുഗ്രഹിക്കണം. അടിയങ്ങളെയും അവിടുന്ന് തുടരണമെന്ന് അടിയങ്ങൾക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ.